നമസ്കാരം. ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. എൻ്റെ ഗുരുക്കന്മാരെ നമിക്കുന്നു. ഈ വാരഫലം ദശാപഹാര സമയവും അതേപോലെ തന്നെ ഓരോ വ്യക്തികളുടെയും അഷ്ടകവർഗ ബിന്ദുക്കളുടെ സംഖ്യയിലുള്ള വ്യത്യാസവും കാരണം പൊതുഫലങ്ങളിൽ പൊതുവെ വ്യത്യസ്തത ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആയതിനാൽ ഇത് പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വരണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഗ്രഹനിരയും ദശാപഹാര സമയവും എല്ലാം നോക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. 2025 ജാനുവരി 12 മുതൽ 2025 ജാനുവരി 18 വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും വാരഫലം എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം. ഈ കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ചൊവ്വാഴ്ച രാവിലെ 4:15 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, ധനവർദ്ധനവ്, സൗഖ്യം ഇവയൊക്കെ സിദ്ധിക്കുന്നതായിരിക്കും. ആയതിനാൽ പരമാവധി ഈ അനുകൂലമായിട്ടുള്ള സമയം ഉപയോഗപ്പെടുത്തുക കർമ്മസംബന്ധമായി. ചൊവ്വാഴ്ച രാവിലെ 4:15 ശേഷം അനുകൂലമല്ല. വ്യാഴാഴ്ച 11:45 വരെ പ്രതികൂലമാകുന്നു. ആയതിനാൽ അകാരണമായിട്ടുള്ള ഭയം ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു. കാര്യതടസ്സം എന്നിവ ഫലങ്ങളാകുന്നു. അതിനാൽ ഈശ്വരാധീനത്തിനായി നന്നായിട്ട് പ്രാർത്ഥിക്കുക. കൂടാതെ മാർഗസഞ്ചാരത്തിൽ വിഘ്നവും, യാത്രകൾക്ക് തടസ്സങ്ങൾ, ഭക്ഷണാദി കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച രാവിലെ 11:15 ശേഷം വളരെ അനുകൂലമാകുന്നു. ധനലാഭവും രോഗനാശവും ശത്രുനാശവും സൗഖ്യവും ഫലങ്ങളാകുന്നു. ആയതിനാൽ അനുകൂലമായിട്ടുള്ള സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂടാതെ മൃഷ്ടാന്ന ലാഭവും സുഖശയനവും സിദ്ധിക്കുന്നതായിരിക്കും. ഞായറാഴ്ച വരെ ഈ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതായിരിക്കും. ഇനി കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം. ഈ കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ചൊവ്വാഴ്ച പുലർച്ചെ 4:15 വരെ അനുകൂലമല്ല. ധനനാശത്തിനിടവരുന്നു. കാര്യതടസ്സം, കർമ്മങ്ങളിൽ വിഘ്നം എന്നിവ കാണുന്നു. ആയതിനാൽ ദൈവാധീനത്തിനായി നന്നായിട്ട് പ്രാർത്ഥിക്കുക. നല്ല കർമ്മങ്ങൾ ചെയ്യുക. ദോഷഫലം കുറഞ്ഞിരിക്കും. ചൊവ്വാഴ്ച പുലർച്ചെ 4:15 ശേഷം വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, കുടുംബാന്തരീക്ഷം വളരെയധികം ശോഭനീയമായിരിക്കും. ഭാര്യ ഭർത്തൃബന്ധം ദൃഢമായിരിക്കും. ദാമ്പത്യസുഖം ഇവയെല്ലാം കാണുന്നു. വ്യാഴാഴ്ച രാവിലെ 11:15 ശേഷം അനുകൂലമല്ല. പലവിധത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ കാര്യതടസ്സം, യാത്രകളിൽ വിഘ്നങ്ങൾ കാണുന്നു. കർമ്മസംബന്ധമായി അലച്ചിൽ ഇവയൊക്കെ കാണുന്നു. ആയതിനാൽ ദൈവാധീനത്തിനായി നന്നായിട്ട് പ്രാർത്ഥിക്കുക. നല്ല കർമ്മങ്ങൾ ചെയ്യുക. ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. ഇനി മകീരം അന്ത്യപകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം. ഈ നക്ഷത്രക്കാരുടെ ജന്മത്തിലും, അതായത് ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ചൊവ്വാഴ്ച പുലർച്ചെ 4:15 വരെ വളരെയധികം അനുകൂലമാകുന്നു. മൃഷ്ടാന്ന ലാഭം, സുഖശയനം, സൗഖ്യം, വസ്ത്രാദി ആഭരണ ലാഭം, ധനവർദ്ധനവ് ഇവയൊക്കെ ഫലങ്ങളാകുന്നു. പരമാവധി ഈ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തുക. ചൊവ്വാഴ്ച രാവിലെ 4:15 ശേഷം അനുകൂലമല്ല. കാര്യതടസ്സം, മാനഹാനി,
കർമ്മങ്ങളിൽ വിഘ്നം ഇവ ഫലങ്ങളാകുന്നു. ആയതിനാൽ ഈശ്വരാധീനത്തിനായി നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക, ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. വ്യാഴാഴ്ച രാവിലെ 11:15 ശേഷം വളരെയധികം അനുകൂലമാകുന്നു. ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും. ഭാര്യ ഭർത്തൃബന്ധം ദൃഢമായിരിക്കും. ദാമ്പത്യ സൗഖ്യം, ശയനസുഖം, സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്നിവ സിദ്ധിക്കുന്നതായിരിക്കും. വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ഈ ദിവസങ്ങളിൽ അനുകൂലമായിട്ടുള്ള ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. വ്യാഴാഴ്ച രാവിലെ 11:15 ശേഷം അനുകൂലമല്ല. ആയതിനാൽ കാര്യതടസ്സം, അകാരണമായിട്ടുള്ള ഭയം എന്നിവ ഫലങ്ങളാകുന്നു. ദൈവാധീനത്തിനായി നന്നായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക, ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. പുണർദം, മുക്കാൽ ഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം. ഈ കൂറുകാരുടെ 12-ാമിടത്തും ജന്മത്തിലും, അതായത് 1-ാമിടത്തും 2-ാമിടത്തും 3-ാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ചൊവ്വാഴ്ച പുലർച്ചെ 4:15 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, ധനനാശവും ഫലങ്ങളാകുന്നു. ആയതിനാൽ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെയധികം സൂക്ഷിക്കുക. ചൊവ്വാഴ്ച പുലർച്ചെ 4:15 ശേഷം വളരെയധികം അനുകൂലമാകുന്നു. മൃഷ്ടാന്ന ലാഭം, കാര്യവിജയം, ശയനസുഖം, ധനാഗമനം എന്നിവ ഫലങ്ങളാകുന്നു. പരമാവധി ഈ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തുക. വ്യാഴാഴ്ച രാവിലെ 11:15 ശേഷം അനുകൂലം അല്ല. ആയതിനാൽ കാര്യതടസ്സം, കർമ്മങ്ങളിൽ വിഘ്നം, അസുഖങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത. ആയതിനാൽ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ മാനഹാനിക്കും സാധ്യത ഉള്ളതിനാൽ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ സൂക്ഷിക്കുക. വ്യാഴാഴ്ച രാവിലെ 11:15 ശേഷം വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ഗൃഹാന്തരീക്ഷം വളരെയധികം ശോഭനീയമായിരിക്കും. കാര്യവിജയം, ഭാര്യാഭർത്തൃ സൗഖ്യം, ദാമ്പത്യസുഖം, ശയനസുഖം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ആയതിനാൽ പരമാവധി ഈ ദിവസങ്ങളെല്ലാം നല്ല കർമ്മങ്ങൾ ചെയ്ത് പ്രയോജനപ്പെടുത്തുക. ഇനി മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം. ഈ കൂറുകാരുടെ 11-ാമിടത്തും 12-ാമിടത്തും ജന്മത്തിലും, അതായത് 1-ാമിടത്തും 2-ാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ചൊവ്വാഴ്ച രാവിലെ പുലർച്ചെ 4:15 വരെ വളരെ അനുകൂലമാകുന്നു. മൃഷ്ടാന്ന ലാഭം, ധനാഗമനം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക, സുഹൃത്ത് സംഗമം എന്നിവ ഫലങ്ങളാകുന്നു. ആയതിനാൽ ഈ ദിവസങ്ങൾ എല്ലാം തന്നെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ചൊവ്വാഴ്ച പുലർച്ചെ 4:15 ശേഷം അനുകൂലമല്ല. കാര്യതടസ്സം, അമിത ചെലവ്, ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു. വ്യാഴാഴ്ച രാവിലെ 11:45 ശേഷം വളരെ അനുകൂലമാകുന്നു. മൃഷ്ടാന്ന ലാഭം, സുഖശയനം, ധനാഗമനം, കാര്യവിജയം എന്നിവ ഫലങ്ങളാകുന്നു. ആയതിനാൽ ഈ ദിവസങ്ങളെല്ലാം തന്നെ പരമാവധി പ്രയോജനപ്പെടുത്തും. ഇനി ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം. കന്നിക്കൂറുകാരുടെ 10-ാമിടത്തും 11-ാമിടത്തും 12-ാമിടത്തും ജന്മത്തിലും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ആയതിനാൽ വ്യാഴാഴ്ച രാവിലെ 11:45 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ആനുകൂല്യം, സർക്കാർ ജോലി ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ കാണുന്നു. കൂടാതെ മൃഷ്ടാന്ന ഭോജനം, ധനവർദ്ധനവ്, സുഖശയനം, ബന്ധുസമാഗമം, സുഹൃത്സംഗമം ഇവയൊക്കെ കാണുന്നു. പരമാവധി പ്രയോജനപ്പെടുത്തുക ഈ അവസരങ്ങളെല്ലാം തന്നെ.
വ്യാഴാഴ്ച 11:15 രാവിലെ 11:45 ശേഷം പ്രതികൂലമാകുന്നു. കാര്യതടസ്സം, ധനനാശം, അമിത ചെലവ് ഇവയൊക്കെ കാണുന്നു. ആയതിനാൽ ദൈവാധീനത്തിനായി നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക, ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. ഇനി ചിത്തിര അന്ത്യപകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ചാരഫലം പരിശോധിക്കാം. ഈ കൂറുകാരുടെ 9-ാം ഇടത്തും 10-ാം ഇടത്തും 11-ാം ഇടത്തും 12-ാം ഇടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ചൊവ്വാഴ്ച പുലർച്ചെ 4:15 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, ഉദരസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലം അല്ലാത്തതിനാൽ ഉദരവൈഷമ്യം കാണുവാൻ സാധ്യത കാണുന്നു. കൂടാതെ ആരോഗ്യസംബന്ധമായി വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. ഭക്ഷണ ക്രമീകരണം അത്യാവശ്യമാണ്. ചൊവ്വാഴ്ച പുലർച്ചെ 4:15 ശേഷം വളരെ അനുകൂലമാകുന്നു. മൃഷ്ടാന്ന ഭോജനം, ശയനസുഖം, സൗഖ്യം, ധനവർദ്ധനവ്, സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടം, സർക്കാർ ജോലി ലഭിക്കുവാനുള്ള സാധ്യത ഇവയൊക്കെ ഫലങ്ങളാകുന്നു. കാര്യവിജയം, ധനാഗമനം ഇവയൊക്കെ ഫലങ്ങളാകുന്നു. പരമാവധി ഈ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഈ ഫലങ്ങൾ ശനിയാഴ്ച രാത്രി വരെ ലഭ്യമായിരിക്കും. ഇനി വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ചാരഫലം പരിശോധിക്കാം. ഈ കൂറുകാരുടെ 8-ാം ഇടത്തും 9-ാം ഇടത്തും 10-ാം ഇടത്തും 11-ാം ഇടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ചൊവ്വാഴ്ച പുലർച്ചെ 4:15 വരെ അനുകൂലമല്ല. കാര്യതടസ്സം, അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക, അപകട സാധ്യത ഇവയൊക്കെ കാണുന്നു. കൂടാതെ ഉദരസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വൈഷമ്യം. ആയതിനാൽ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ. ദൈവാധീനത്തിനായി നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക, ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. വ്യാഴാഴ്ച രാവിലെ 11:45 ശേഷം വളരെ അനുകൂലമാകുന്നു. കർമ്മസംബന്ധമായി വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ പറ്റുന്ന ദിവസങ്ങളാകുന്നു. സർക്കാർ ആനുകൂല്യം, സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ, കാര്യവിജയം, ധനാഗമനം എന്നിവ ഫലങ്ങളാകുന്നു. കൂടാതെ ബന്ധുസമാഗമവും സുഹൃത്ത് സത്സംഗമവും ഫലങ്ങളാകുന്നു. ഈ ഫലങ്ങൾ ശനിയാഴ്ച രാത്രി വരെ ലഭ്യമായിരിക്കും. ഇനി മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാരുടെ ചരവശാലുള്ള ഫലങ്ങൾ പരിശോധിക്കാം. ധനുക്കൂറുകാരുടെ 7-ാം ഇടത്തും 8-ാം ഇടത്തും 9-ാം ഇടത്തും 10-ാം ഇടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ചൊവ്വാഴ്ച പുലർച്ചെ 4:15 വരെ വളരെയധികം അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, സുഖശയനം, ധനവർദ്ധനവ് ഇവയൊക്കെ ഫലങ്ങളാകുന്നു. പരമാവധി ഈ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തുക. വ്യാഴാഴ്ച രാവിലെ 11:45 ശേഷം അനുകൂലമല്ല. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഉദരവൈഷമ്യം, കാര്യതടസ്സം ഇവയൊക്കെ ഫലങ്ങളാകുന്നു. അതേപോലെ ശത്രുക്കളിൽ നിന്നുള്ള ശല്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത, അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. ഇവയൊക്കെ ഫലങ്ങളാകുന്നു. ഈശ്വരാധീനത്തിനായി നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദോഷഫലങ്ങൾ കുറയുവാനായി നല്ല കർമ്മങ്ങൾ ചെയ്യുക. ഇനി ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ചാരഫലം പരിശോധിക്കാം. മകരക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം. ഈ കൂറുകാരുടെ 6-ാം ഇടത്തും 7-ാം ഇടത്തും 8-ാം ഇടത്തും 9-ാം ഇടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ആയതിനാൽ വ്യാഴാഴ്ച രാവിലെ 11:45 വരെ വളരെയധികം അനുകൂലമാകുന്നു. ശത്രുനാശം, രോഗനാശം, കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, സമ്മാനങ്ങൾ ലഭിക്കുക, ധനവർദ്ധനവ്, സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു. പരമാവധി ഈ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക. വ്യാഴാഴ്ച രാവിലെ 11:45 ശേഷം അത്ര അനുകൂലമല്ല.
അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. ഉദരസംബന്ധമായിട്ട് അസുഖങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണ ക്രമീകരണം ഏർപ്പെടുത്തേണ്ടതാണ്. ദൈവാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക. നല്ല കർമ്മങ്ങൾ ചെയ്യുക. ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. ഇനി അവിട്ടം, അന്ത്യപകുതി, ചതയം, പുരുരുട്ടാതി, മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം. ഈ കൂറുകാരുടെ 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ചൊവ്വാഴ്ച പുലർച്ചെ 4:15 വരെ പ്രതികൂലമാകുന്നു. കാര്യതടസ്സം, കർമ്മങ്ങളിൽ വിഘ്നം, മാർഗസഞ്ചാരത്തിൽ തടസ്സങ്ങൾ എന്നിവ ഫലങ്ങളാകുന്നു. ദൈവാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക. നല്ല കർമ്മങ്ങൾ ചെയ്യുക. ചൊവ്വാഴ്ച പുലർച്ചെ 4:15 ശേഷം വളരെയധികം അനുകൂലമാകുന്നു. രോഗനാശം, ശത്രുനാശം, കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, സമ്മാനങ്ങൾ ലഭിക്കുക, ധനവർദ്ധനവ്, സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു. ഈ ഫലങ്ങൾ എല്ലാം തന്നെ ശനിയാഴ്ച രാത്രി വരെ സിദ്ധിക്കുന്നതായിരിക്കും. അതായത് അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ലഭിക്കുക. പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇനി പുരോരുട്ടാതി, കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം. ഈ കൂറുകാരുടെ 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ആയതിനാൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 11:15 രാവിലെ 11:15 വരെ അനുകൂലമല്ല, പ്രതികൂലമാകുന്നു. ആയതിനാൽ കാര്യതടസ്സം, അകാരണമായ ഭയം, യാത്രകളിൽ തടസ്സം എന്നിവ ഫലങ്ങളാകുന്നു. ആയതിനാൽ ദൈവാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക. നല്ല കർമ്മങ്ങൾ ചെയ്യുക. ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. വ്യാഴാഴ്ച രാവിലെ 11:15 ശേഷം വളരെ അനുകൂലമാകുന്നു. ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നാശം സംഭവിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ രോഗങ്ങൾക്ക് നാശം സംഭവിക്കുന്നതായിരിക്കും. ആരോഗ്യം വളരെ നന്നായിരിക്കും. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, സമ്മാനങ്ങൾ ലഭിക്കുക, സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു. ഈ ഫലങ്ങൾ ശനിയാഴ്ച രാത്രി വരെ ലഭിക്കുന്നതായിരിക്കും. പരമാവധി ഈ ദിവസങ്ങളെല്ലാം അനുകൂലമായിട്ടുള്ള ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ അടുത്ത ആഴ്ച വളരെ സുഖപ്രദവും ധനവർദ്ധനവും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.